ഖുതുബയും ഒരു ഇബാദത്താണ്, അത് കേട്ടിരിക്കാനുള്ളതാണ്, മനസ്സിലാക്കാനുള്ള സാധനമല്ല. കേട്ടിരുന്നാൽ മതി, മനസ്സിലാക്കേണ്ടതില്ല. ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പല ആളുകളും ദലാലത്തിലേക്കും ജഹാലത്തിലേക്കും പോകുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമാണ് എല്ലാവരും ഒരുമിച്ച് പള്ളിയിൽ കൂടുന്നത്. ആ ഒരു ദിവസം അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാണ്ട് ഹൃദയത്തില്, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങുകയൊക്കെ ചെയ്യാണ്. കാരണം എന്താ, അവർക്ക് അറബിയിൽ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്താണ് ഖുതുബയുടെ ഉദ്ദേശം നമുക്കറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ എങ്ങനെയാണ്, അത് നമ്മൾ ആദ്യം പഠിക്കാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ഇജ്ലിസു ബൈനഹുമാ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ഖുതുബക്കിടയിൽ ഇരിക്കും. ഇഖ്റാഉൽ ഖുർആൻ പാരായണം ചെയ്യും. എന്നിട്ടോ വയുദക്കിറുൻ നാസ്, ഇവിടെയാണ് പോയിന്റ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കാം. അപ്പൊ ഖുതുബയുടെ പ്രധാന ഉദ്ദേശം എന്താ, ഉത്ബോധനാണ്. ആ ഉത്ബോധനത്തിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ കേട്ടുകൊണ്ട് സ്വഹാബികളുടെ ഹൃദയം കിടുകിടാ വിറക്കുമായിരുന്നു. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് ഇങ്ങനെ ഒഴിക്കുമായിരുന്നു എന്നാണ്. അപ്പൊ അത്തരത്തില് ഉത്ബോധനമാണെന്ത് ഖുതുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഉത്ബോധനം നമുക്ക് ഏതെങ്കിലും ഒരു സമസ്ത പള്ളിയിൽ കയറി അറബി ഖുതുബ കേൾക്കുമ്പോൾ കിട്ടുന്നുണ്ടോ? ഇല്ല. ഇത്തരത്തിൽ മലയാളത്തിൽ ഖുതുബ കേട്ടാൽ നമ്മുടെ ജുമുഅ ബാത്തിലാകുമോ? ഒരിക്കലുമില്ല. കാരണം ഖുതുബയുടെ റുക്കുനുകളൊക്കെ അറബിയിലായിരിക്കാം. ഇപ്പൊ ഹംദും സ്വലാത്തും ഒക്കെ എന്താണ്, അത് അറബിയിൽ തന്നെ ആയിരിക്കണം. എന്നാൽ ഉത്ബോധനം, അതിന്റെ വാള്, അത് മാതൃഭാഷയിലാകാം. അത് ഇമാമിങ്ങളും മദ്ഹബിൽ ഇമാമിങ്ങളും ഒക്കെ എന്താണ്, അംഗീകരിച്ചാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ മാതൃഭാഷയുള്ള ഖുതുബ ഉണ്ടെങ്കിൽ, പള്ളി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ പോയി ഖുതുബകൾ കേൾക്കുക. അതിന് യാതൊരു പ്രശ്നമില്ല. ഒരു ഖുതുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു ഉത്ബോധനം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ബൂസ്റ്റ് ചെയ്യുക, റബ്ബുമായിട്ടുള്ള ഇഷ്ടം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ഇഷ്ടം, അത് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക. അതാണ് ഖുതുബയുടെ ലക്ഷ്യം. അതല്ലാണ്ട് കേട്ടിരുന്ന് പോവുകയല്ല, മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക.